പന്തളം നഗരസഭയുടെ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകുമോ എന്ന് നാളെ അറിയാം. വിമതനായ ബി.ജെ.പി കൗൺസിലറുടെ പിന്തുണയിൽ എൽ.ഡി.എഫ് കൊണ്ടുവരുന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ യു.ഡി.എഫും കൗൺസിലർമാർക്ക് വിപ്പ് നൽകി. അതേസമയം നാളത്തെ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന് ബി.ജെ.പി കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷിനും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ യു രമ്യയ്ക്കുമെതിരായാണ് എൽ.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയം. ഒരു സ്വതന്ത്രനടക്കം എൽ.ഡി.എഫിന് 10 കൗൺസിലേഴ്സ് നഗരസഭയിലുണ്ട്. യു.ഡി.എഫിന് 5. ബി.ജെ.പി പുറത്താക്കിയ കൗൺസിലർ കെ.വി. പ്രഭയും എൽ.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചെയർപേഴ്സൺ സുശീല സന്തോഷിനെ എതിർക്കുന്ന 2 ബി.ജെ.പി കൗൺസിലേഴ്സ് കൂടി അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ബി.ജെ.പിയിൽ നിന്ന് വോട്ട് വരും. ഈ പറഞ്ഞ ഒരു ചെയർമാനോ വൈസ് ചെയർമാനോ ഒഴിച്ച് ബാക്കിയുള്ള കൗൺസിലർമാർക്കൊക്കെ ഈ ഭരണത്തിനെതിരാണെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ എൽ.ഡി.എഫ് അവിശ്വാസത്തിനൊപ്പമെന്ന് യു.ഡി.എഫും വ്യക്തമാക്കി. വിപ്പിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് യു.ഡി.എഫ് തീരുമാനം. ബി.ജെ.പിയിൽ നിന്ന് 3 പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിശ്വാസം പാസ്സാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയം നേടിയതു മുതൽ പന്തളത്തെ ബി.ജെ.പി ഭരണത്തിൽ തമ്മിലടിയാണ്. ബി.ജെ.പി ഇപ്പോൾ പുറത്താക്കിയ സീനിയർ കൗൺസിലർ കെ.വി. പ്രഭയെ ഭരണ നേതൃത്വത്തിൽ നിന്ന് തഴഞ്ഞതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പാലക്കാട്ടെ തോറ്റ ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനാണ് പന്തളം നഗരസഭയുടെ ചുമതല. പന്തളത്തെ സംഘടനാ വിഷയങ്ങളിൽ കൃഷ്ണകുമാർ ഒരു ഭാഗം ചേർന്നുവെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം. സംസ്ഥാനത്ത് പാലക്കാടും പന്തളവുമാണ് ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭകൾ. ശ്രീകുമാരൻ, 24, പത്തനംതിട്ട.